ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ ആണ്. നല്ല ടേസ്റ്റിയും സിമ്പിളും ആയിട്ടുള്ള ഒരു ചിക്കൻ മൊമോസാണെന്ന് കാണിക്കുന്നത്. ഇതിൻ്റെ കൂടെ കഴിക്കുന്ന സോസിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പൊരിച്ച എണ്ണക്കടികളൊക്കെ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടൊരു മാവ് കുഴച്ച് വെക്കണം. ഞാനിവിടെ 2 കപ്പ് 250 ml കപ്പാണ്. അതിൽ 2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും, സാധാരണ വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നന്നായി തന്നെ കുഴച്ചെടുത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ രൂപത്തിൽ തന്നെ കുഴച്ചെടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. ഇനി ഇതിലേക്കുള്ള ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഞാനിവിടെ 350 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അതും കൂടി ഇട്ടിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി മാറ്റി വെക്കുകയാണ്. ഇനി ഇതിലേക്കുള്ളൊരു സോസ് റെഡിയാക്കുകയാണ്. അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്കൊരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ വെള്ളം നമ്മൾ കളയുക ചെയ്യുക. അപ്പം ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലേക്ക് 8 10 വറ്റൽമുളക് ഇടാവുന്നതാണ്. 8 വറ്റൽമുളക് എടുത്താൽ മതി. കാരണം നല്ല സ്പൈസിയാണ്, കുട്ടികൾക്കൊന്നും കഴിക്കാൻ കഴിയില്ല. അതൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് അവിടെ വെക്കുകയാണ്. ഈ സമയം നമ്മുടെ ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. അതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കുക. ഈ വറ്റൽമുളകൊക്കെ ഒന്ന് തിളച്ച് വന്ന സമയത്ത് ഇതിലേക്ക് 3 തക്കാളി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തക്കാളി കുക്കാവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. ഇത് ഇനി തണുത്തതിന് ശേഷം നമുക്കൊന്ന് അടിച്ചെടുക്കാനുണ്ട്. ഇനി ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് ഈ വറ്റൽമുളകൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ തക്കാളിയിൽ ആ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഇതിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അടിച്ചെടുക്കുക. ഇപ്പോൾ അതിൻ്റെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വല്ലാതെ ലൂസായി പോകും. നമ്മൾ ഈ തക്കാളിയിൽ നിന്നുള്ള വെള്ളം തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ മറ്റേ വെള്ളം ഒഴിവാക്കുക. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ തക്കാളിത്തെ സ്കിന്നൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതൊന്ന് അടിച്ചെടുക്കട്ടെ. ഈ സമയം ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നിറയെ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായി ഫൈനായിട്ട് കട്ട് ചെയ്ത ചോപ്പ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതുപോലെ 1 ടീസ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ഈ തക്കാളിയുടെ സോസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അവസാനം അതിലേക്ക് 1 ടീസ്പൂൺ സോയ സോസ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുറച്ച് സമയം കുക്കാക്കി എടുക്കുക. ഇനി 1 ടീസ്പൂൺ വിനീഗറും കൂടി ഒഴിച്ച് കൊടുക്കാനുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് ആക്കിയെടുക്കുന്ന സമയത്ത് മുഖത്തേക്കും കയ്യിലേക്കൊക്കെ തെറിക്കും. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് കുറച്ച് ഡീപ്പായിട്ടുള്ള പാത്രം എടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതവിടെ സ്പ്രെഡായി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള സ്പ്രിംഗ് ഓണിയൻ, 1 ടേബിൾ സ്പൂൺ മല്ലിയില കൊത്തി അരിഞ്ഞത്, അതുപോലെ 1 ടീസ്പൂൺ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള പച്ചമുളക്, 4 ടേബിൾ സ്പൂൺ വലിയ ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ളത്, അതുപോലെ 2 ടീസ്പൂൺ നിറയെ കുരുമുളകിൻ്റെ പൊടി. കാരണം ഇതിൽ സ്പൈസസ് കുറവാണ്, മറ്റെരിവുകളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ തന്നെ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണോ 3 ടീസ്പൂണോ നിങ്ങൾക്ക് ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്തായാലും ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയും നെയ്യൊന്നും ചേർത്ത് കൊടുക്കരുത്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് അവിടെ മാറ്റി വെക്കുക. ഇനി ഒന്ന് പരത്തി എടുക്കുകയാണ് ഈ മൈദ വെച്ചിട്ട്. എന്നിട്ട് എന്തെങ്കിലും മൂടി അടപ്പ വെച്ചിട്ട് ഈ ഒരു റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ആക്കിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു കിഴി കെട്ടുന്ന രൂപത്തിലാണ് ആക്കുന്നത്. നമുക്ക് ഒരു പൂരിയുടെ മേലെ ഒരു സ്പൂണൊക്കെ വെച്ച് കൊടുത്താൽ മതി. അതിന് ശേഷം മുകളിലൊരു പൂരി വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. എളുപ്പത്തിൽ ചെയ്യുവാൻ അതാണ് നല്ലത്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ഞെറിയിട്ടിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു കിഴിയാക്കിയിട്ടൊന്ന് കെട്ടിയെടുക്കുകയാണ്. അപ്പോൾ നോമ്പൊക്കെ ആവുന്ന സമയത്ത് ഇതിനൊക്കെ കുറച്ചധികം സമയം എടുക്കും. അതുകൊണ്ട് നമ്മൾ എളുപ്പത്തിലുള്ള ഏതെങ്കിലും ഒരു രീതിക്ക് ഇത് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇത് ആവിയിൽ കയറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നല്ലൊരു ഭംഗിയുള്ള ഒരു ഷേപ്പിലേക്ക് മാറ്റിയെടുത്തു കേട്ടോ. ഇനി ഞാനിത് ഇഡ്ഡലി ചെമ്പിലാണ് ആവി കയറ്റിയെടുക്കുന്നത്. അടിയിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം മേലെ
തട്ടിൽ ചെറുതായിട്ടൊന്ന് ഓയിൽ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് വെച്ച് കൊടുക്കുകയായിരിക്കും നല്ലത്, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. ഒരു 10-12 മിനിറ്റൊക്കെയാണ് ഇത് കുക്കാവാനുള്ള സമയം എടുത്തിട്ടുള്ളത്. നമ്മൾ കൈ കൊണ്ടൊന്ന് തൊട്ട് നോക്കുക, അപ്പോൾ ഇത് ഇങ്ങനെ ഒട്ടാതിരിക്കും. അതാണ് അതിൻ്റെ ഒരു കുക്കായതിനുള്ളൊരു പാകം. അതുപോലെ തന്നെ അതിന് മൂടി തുറന്ന് വച്ചതിന് ശേഷം 1-2 മിനിറ്റ് നമ്മൾ കുക്കാക്കണം. അപ്പോൾ ഈ മൂടി ഇങ്ങനെ അടച്ച് നിൽക്കുമ്പോൾ ആവി ഒക്കെ ഒന്ന് പോകുമ്പോൾ അത് പാകത്തിന് കുക്കായി വരും. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മോമോസ് ഇതാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.